ഡൽഹി സ്ഫോടന കേസിൽ ഒരാൾ കൂടി അറസ്റ്റ്. പുൽവാമ സ്വദേശി തുഫൈൽ നിയാസിനെയാണ് ജമ്മുകശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇലക്ട്രീഷ്യനായ നിയാസിന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുന്നു. ഇദ്ദേഹത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണ സംഘം പറയുന്നത്? പുൽവാമ സ്വദേശി തുഫൈലിനെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസിലെ ഗൂഢാലോചനയിൽ തുഫൈലിന് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും. അതിനുശേഷം മാത്രമായിരിക്കും ഇതിൽ തുഫൈലിന്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്ന കാര്യം അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാനായി സാധിക്കുകയുള്ളൂ. ഈ കേസുമായി ബന്ധപ്പെട്ട്, സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ ഇനിയും അറസ്റ്റ് ചെയ്തേക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം ഓരോ ആളുകളെ പിടിക്കുമ്പോൾ, അവരെ ചോദ്യം ചെയ്യുമ്പോൾ മറ്റു ചില ആളുകളുടെ പേരുകൾ ലഭിക്കുന്നുണ്ടെന്നാണ് നിലവിൽ അന്വേഷണ സംഘം അറിയിക്കുന്നത്. ഇതനുസരിച്ചാണ് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നത്. ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ പരിശോധനകൾ തുടരുകയാണ്. ഡൽഹിയിലും ഹരിയാനയിലും ജമ്മു കാശ്മീരും കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണമാണ് തുടരുന്നത്. അതോടൊപ്പം തന്നെ അൽഫല സർവകലാശാലയിലും ഇപ്പോഴും പോലീസിന്റെ വിവിധ പരിശോധനകൾ തുടരുന്നുണ്ട്. ഇഡിയും അതോടൊപ്പം തന്നെ ഡൽഹി പോലീസും ഉൾപ്പെടെ അവിടെ പരിശോധന നടത്തുന്നുണ്ടെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും അവിടെ അന്വേഷണ സംഘം എത്തുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അവിടുത്തെ ലാബുകൾ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സർവകലാശാലയിൽ ഡോക്ടർമാരുമായി നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവർ താമസിക്കുന്ന ഇടങ്ങളിൽ ഉൾപ്പെടെ പോലീസ് പരിശോധന നടത്തുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഈ ശൃംഖലയിലുള്ള, ഈ സ്ഫോടനത്തിൽ പങ്കെടുത്ത ഡോക്ടർമാരുടെ ശൃംഖലയിലുള്ള എല്ലാവരെയും കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ഡൽഹി പോലീസും ഇഡിയും ഈ കേസുകൾ സമാന്തരമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. എത്രയും വേഗം ഇതിന്റെ അന്വേഷണം പൂർത്തിയാകാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. വിശദമായിട്ട് തന്നെയുള്ള ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ആഭ്യന്തര മന്ത്രാലയം കർശനമായിട്ടുള്ള നിർദ്ദേശം അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണമാണ് പ്രധാനമായും നടക്കുക. കാരണം ഈ കേസിൽ പിടികൂടിയിട്ടുള്ള ഭൂരിഭാഗം ആളുകളും കശ്മീർ സ്വദേശികളാണ്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ ഇതിൽ കൂടുതൽ സഹായങ്ങൾ ആരെങ്കിലും നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഡൽഹിയിൽ പരിശോധനകൾ തുടരുന്നുണ്ട്. ഈ സ്ഫോടനത്തിന് തൊട്ടു മുമ്പ് ഉമറിനും അതോടൊപ്പം തന്നെ മുസമ്മിലിനും എല്ലാം സഹായങ്ങൾ ചെയ്തു കൊടുക്കാനായി ഡൽഹിയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന കാര്യം കൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. വിശദമായിട്ടുള്ള പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ഒരു അന്തിമമായിട്ടുള്ള നിഗമനത്തിലേക്ക് എത്തുകയെന്നാണ് അപ്പോൾ അറിയിച്ചിരിക്കുന്നത്.